ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ തന്നെ നേരത്തെ പോയിട്ട് ഇങ്ങനെ ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പാർന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് വെള്ളം വാരാൻ വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ കറി രണ്ട് വിധത്തിൽ ഞാൻ വെക്കലുണ്ട്. അപ്പോൾ മോനെ പച്ചമുളക് എടുക്കാൻ പറഞ്ഞയച്ചപ്പം ചെടി ഒന്നായിട്ട് വലിച്ചു പോകുന്നതെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് വെല്ലുള്ളിയും തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ശരിയാക്കി വെക്കാം. നല്ലപോലെ കഴുകിയങ്ങാണ്ട് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ വെല്ലുള്ളിയും തക്കാളിയും ഒക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളിയൊക്കെ ഞാനിതുപോലെ ചതക്കലാണ്. അപ്പോൾ ചതച്ചത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോഴേക്ക് നമുക്ക് ചട്ടിയൊക്കെ ചൂടാവാൻ അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ ചൂടായ എണ്ണ പാർന്ന് കൊടുത്ത് അതിലേക്ക് നമുക്ക് വെല്ലുള്ളി ഇട്ട് കൊടുക്കുക. അത് നന്നായി വാടി വന്ന ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞ് റെഡിയാക്കി വെച്ചത് അതിലേക്ക് തട്ടി കൊടുക്കുക. അത് കഴിഞ്ഞാണ്ട് നമുക്ക് നല്ല നല്ല വാടി വന്നാൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതും പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അതൊക്കെ ആവശ്യത്തിന് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ്, പിന്നെ പട്ടയും കറാമ്പൊക്കെ പൊടിച്ച പൊടിയുണ്ട്, ഗരം മസാല, അത് ഇട്ട് കൊടുക്കുക നമുക്ക്. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ നല്ലപോലെ മിക്സാക്കി ഒന്ന് ചൂടായ ശേഷം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്ക് ചൂടുവെള്ളം തന്നെ പാർന്ന് കൊടുക്കാം കേട്ടോ അതിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് 2 നേരത്തിനുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടച്ച് വെച്ചുകൊണ്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഇല ഉള്ളത് ഞാനിവിടെ കരുവാര കൊണ്ട് മാത്രം കണ്ട ഒരു ഇലയാണ് കേട്ടോ. നമ്മളെ ഒറ്റപ്പാലത്തൊന്നും ഇല്ല അത്. അത് ഈ മല്ലിച്ചപ്പിന് ബദലൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ആ ഇല അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.